ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. എന്താണെന്നല്ലേ, ഇന്ന് ഞാൻ വെക്കുന്നത് കടലക്കറി ആട്ടോ. കണ്ടോ, കടല മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് നാളായി കുക്കിംഗ് വീഡിയോ ആയിട്ട് അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവട്ടെ. ചെറിയൊരു പനിയുടെയൊക്കെ ലക്ഷണം ഉണ്ട് കേട്ടോ. എനിക്ക് ചുമയുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കടുക് ചേർത്ത് കൊടുത്തു. എല്ലാവരും ഒന്ന് നീങ്ങി നിന്നോട്ടോ, അല്ലെങ്കിൽ മേത്തൊക്കെ തെറിക്കും. അയ്യോ, ഞാൻ നീങ്ങിക്കട്ടെ. അപ്പം കടുകൊക്കെ പൊട്ടി തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുളക് ചേർത്ത് കൊടുക്കാം. അപ്പം ആദ്യം നമ്മൾ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് പോകണം. അപ്പം അതുകൊണ്ട് അതും ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. വേപ്പില നല്ല പച്ചയൊന്നല്ല കേട്ടോ, ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. വേപ്പില ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. തീ ഒന്ന് കൂട്ടി വെക്കാം. ഞാൻ കുറച്ച് വെച്ചാക്കിയായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു സവാളയാണ് കേട്ടോ എടുത്താക്കണേ. സവാളയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫോൺ ഇങ്ങനെ പിടിച്ച് കൈയൊക്കെ വേദന എടുത്തിട്ട് വയ്യ. വീഡിയോ അങ്ങനെ എടുക്കാറില്ലല്ലോ. ഇനി ഇടയ്ക്കിടയ്ക്ക് കുക്കിംഗ് വീഡിയോ ഒക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. സംസാരിക്കുമ്പോഴും ഇടയ്ക്ക് തെറ്റൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഇനി ഇതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ വഴറ്റുക. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ലേശം ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. സവാള നല്ലോണം വഴന്ന് കഴിഞ്ഞാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. ലേശം ബ്രൗൺ കളറൊക്കെ ആവണം, അങ്ങനെയാണ് എനിക്കിഷ്ടം. ഇപ്പോൾ ഒരുവിധമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. തീ ഇനി കുറച്ച് വെക്കാം കേട്ടോ. കാരണം ഇനി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്, പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇനി ചുമ വരുന്നു. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത്, മഞ്ഞൾപ്പൊടി കട്ടയായിട്ടോ.
അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ അതിനകത്ത് വേവിച്ചതിൽ ചേർത്തിട്ടുള്ളതാണ് കുറച്ച്, അതുകൊണ്ട് ഇതിനകത്ത് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചാണ് ഞാൻ കടല വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ടീസ്പൂണിന് അളന്നല്ല കേട്ടോ ഞാൻ ഇടുന്നത്. ഞാൻ എൻ്റേതായ രീതിയിൽ കൈയളവിനൊക്കെയാണ് ഞാൻ എടുക്കാറ്. നമുക്കറിയാൻ പറ്റുമല്ലോ ഒരു കറിക്ക് എന്തോരം പൊടികൾ വേണം എന്നുള്ളത്. അപ്പോൾ ദേ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. എൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇനി ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാട്ടോ. മല്ലിപ്പൊടി നല്ലോണം ഇളക്കി അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് മസാലയാട്ടോ. മസാല എന്ന് പറയുമ്പോൾ ഞാനിത് പൊടിച്ച് വെച്ചതാട്ടോ. മസാല പൊടിക്കാത്തത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വറുത്തിട്ട് കല്ലിൽ ചതച്ച് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതേ മസാലയും ചേർത്ത് കൊടുക്കുക. നല്ലോണം പൊടിഞ്ഞിട്ടൊന്നുമില്ല. മിക്സി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കല്ലിൽ തന്നെയാണ് ഒക്കെ ചെയ്യുന്നത്. കല്ലിൽ തന്നെയാണ് പൊടിച്ചെടുത്തത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടലയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം കടല വേവിച്ച ആ വെള്ളമില്ലേ, അത് നമുക്ക് ആദ്യം ഒഴിച്ച് കൊടുക്കാം. പൊടികളൊക്കെ നല്ലോണം മൂത്ത് നല്ല അതിൻ്റെ മൂത്തിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ദേ വെള്ളവും ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. പാടില്ലാത്തതുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ചെറിയൊരു പനിയും. അപ്പോൾ ദേ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ കടലയും കൂടി ചേർത്ത് കൊടുക്കുക. കടലയും ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ തന്നെ. ഇത്രയും നാളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഇനി മുന്നോട്ടും എല്ലാവരും കൂടെ ഉണ്ടാവണം. കൂടെ ഉണ്ടാവും എന്നറിയാം, പറയേണ്ട കാര്യമില്ല. എന്നാലും പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. എന്താണെന്നല്ലേ, അത് ഞാൻ പറയാം കേട്ടോ. ഇതൊന്ന് മൂടി വെക്കാവുന്ന 10 മിനിറ്റ് ഇതേ മൂടി വെച്ചിട്ടുണ്ട്. ഇനി തുറക്കാം. വാവ്, അപ്പോൾ അതേ ചാറൊക്കെ പറ്റിയിട്ടുണ്ട്. നമുക്കൊരു സാധനം കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ചാറൊക്കെ നല്ലോണം പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ദേ വേറെ ഒന്നല്ല, കുരുമുളക് പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നേ. ഇത്രയേ ഉള്ളൂ, കടലക്കറി റെഡി. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.